അയ്യോ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് വിളിക്കാൻ ഞാന്. ഇത് മറ്റേ വെടിവെക്കുന്ന സ്ഥലമല്ലേ? വെടിവെക്കണേ എന്താ അമ്പലം വെടിവെക്കായി? അല്ല, മറ്റേ കളിക്കുന്ന സ്ഥലം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇട്ടൊരു കമന്റ് റിപ്ലൈ. എടാ സുപ്രീം കോർട്ട്, ഇന്നലെ നീ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി. നടിയുടെ പരാതി, ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. നീയൊക്കെ ബോച്ചയെ മൂക്കിൽ കയറ്റി കളയുമോ? ബോച്ചയ്ക്ക് സമ്പൂർണ്ണ പിന്തുണയുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ. എന്ത് മാങ്ങാത്തൊലി ചെയ്തിട്ടാണ് അയാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇജാതി വെടികളെയൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ച നിനക്കിത് കിട്ടണം മരവാണമേ. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ളത് പലപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ട്, പരിഹാസങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഏതായാലും ഇനി അത് കാര്യമാകാൻ പോകുന്നു. എൽദോസ് കുന്നപ്പള്ളിയിൽ ഒരു സ്വകാര്യ ബില്ലിന്റെ ഒരു നിയമസഭയിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഓഫീസിന്റെ മുമ്പിൽ വെച്ചിട്ട് പാലഭിഷേകം നടത്തി. അന്നേരം പാലഭിഷേകം നടത്തുന്നതും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പുരുഷ സംഘടന രൂപീകരിക്കപ്പെടാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. ഈ പുരുഷ സംഘടന രൂപീകരിക്കപ്പെടുന്നതോടെ പുരുഷന്മാരുടെ സകല പ്രശ്നങ്ങൾക്ക് നീതി ലഭിക്കുകയും പുരുഷന്മാർ ഇതോടെ വെച്ചടി കയറ്റത്തിലാവും. ഇനി പുരുഷന്മാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്ന് കത്തുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ആരംഭത്തിൽ നിന്ന് തന്നെ വരാം. ആദ്യം നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് ഒരു പ്രസ് മീറ്റിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി 2 MLA-മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെ കാണും. നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് MLA എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. അതുപോട്ടെ, ഹണി റോസിൻ്റെ സീനൊന്നും നമുക്കിപ്പോൾ വേണ്ട. ഏതായാലും പുരുഷ സംഘടന വരാൻ പോവുകയാണ്. അങ്ങനെ പുരുഷ സംഘടനയുടെ ഒരു ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പേജ് 2023 നവംബർ മുതലേ പ്രവർത്തിക്കുന്നൊരു സാധനമാണ്. ഇനി ഇതുപോലെ തന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നമ്മുടെ ഈ ഗ്രീഷ്മയുടെ വിഷയത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് ഒരു നോട്ടീസ് പോലെ പ്രകടിപ്പിച്ചായിരുന്നു. അതായത് ആഹ്ലാദ പ്രകടനം. ഞാൻ ആ നോട്ടീസ് വായിക്കാവേ. കഷായം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ച ജഡ്ജി MA ബഷീറിൻ്റെ കട്ടൗട്ട് പാലഭിഷേകം നടത്തുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടനം ശ്രീ രാഹുൽ ഈശ്വർ. വിഷയം ഓൾ കേരള മെൻസ് അസോസിയേഷൻ AKMA നേതൃത്വത്തിൽ 22/1/25 ബുധനാഴ്ച രാവിലെ 11:30 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഷായം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ച ജസ്റ്റിസ് MA ബഷീറിൻ്റെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുകയും പടക്കം പൊട്ടിച്ചാഘോഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ജസ്റ്റിസ് കമാൽ പാഷയ്ക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതുകൊണ്ട് ആ ജഡ്ജിന് പ്രത്യേക തരത്തിലുള്ള അനുമോദനം നടത്തിയാണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞിരുന്നു കട്ടൗട്ട് വെക്കുകയും അതിൽ പാലഭിഷേകം ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനെതിരെ സംസാരിച്ച കമാൽ പാഷ എന്ന മുൻ ജസ്റ്റിസിനെതിരെ സംസാരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് ഇവരിത് ചെയ്യാൻ വന്നപ്പോഴത്തേനും പോലീസുകാരും തന്നെ പറഞ്ഞ് ഇവിടെ പാലും പറ്റത്തില്ല, ഒരു പഞ്ചാമരിയും പറ്റത്തില്ല, കട്ടൗട്ടും പാലും എല്ലാം പോലീസ് എടുത്തുകൊണ്ട് പോയി. രാഹുൽ ഈശ്വറിൻ്റെ പാലും ഉണ്ടെന്ന പാത്രവും പോലീസ് എടുത്തുകൊണ്ട് പോയി. ഏതായാലും അതിനെ തുടർന്ന് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആളുകളും രാഹുൽ ഈശ്വറും എല്ലാം കൂടെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അഭിഷേകം പാടില്ല, പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കൺട്രോൾമെന്റ് സർക്കിളും മ്യൂസിയം SIയുമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞങ്ങളുടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. നമ്മളവിടെ വിദ്വേഷിക്കാനോ ഇനി വിദ്വേഷ പ്രസംഗം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ്. അത് നമ്മുടെ ഇതിന്റെ ഉദ്ഘാടകനായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത്. അത് എപ്പോഴും എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ രാഹുൽ ഈശ്വർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പോൾ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയ ഒരു ഡിമാൻഡ് അല്ലേ? അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം AKMA എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്യുന്നത്. അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ, ഞങ്ങളുടെ അക്കം ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ
പേരെടുത്ത് പറയാം, തെറ്റൊന്നുമില്ല. കമാൽ പാഷ സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, പകരം ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? ഇനി ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ അജിത് കുമാർജിയോ ജിമോൻജിയോ ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടിവിയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടില്ലേ? നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും, എല്ലാ ചാനലിലും എടുത്ത് പറയുകയാണ്, ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ്. ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളനൊന്നും അല്ലല്ലോ. ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ച ഒരാളെ അപമാനിക്കുകയാണ്. ഈ രാഹുൽ ഈശ്വർ പറയുന്ന ഒരുമാതിരി എല്ലാ പോയിന്റിനും എതിരെ ഉള്ള ഒരു ചിന്താഗതി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ സമയത്ത് ഞാൻ രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നു. കാരണം ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിനോട് ഞാനും എതിർപ്പാണ്. പുള്ളി ഗ്രീഷ്മ എന്തോ പുണ്യാളത്തിയാണ്, ഷാരോൺ അവിടെ പ്രാർത്ഥിക്കാനല്ലോ ചെന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഗ്രീഷ്മ പിന്നെ അവിടെ ഭജന നടത്താനാണല്ലോ ഷാരോണിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ബാക്കിയും കൂടെ കേൾക്കാം, ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് പറയാം. അയ്യോ, എടുത്തോണ്ട് പോയി പോലീസുകാരെ കട്ടൗട്ട് എടുത്തോണ്ട് പോയി. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോൾ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം എൽ എ കണ്ടു. എൽദോസ് എം എൽ എക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാണ്? പുള്ളി പറഞ്ഞതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. പാലഭിഷേകം ചെയ്യുമ്പോൾ അതെങ്ങനെ വയലൻസ് ആകുന്നേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുഷന്മാർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുരുഷന്മാർക്കെതിരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഉടനെ പോയി പുരുഷനെതിരെ ഒരു പരാതി കൊടുക്കുകയും സ്ത്രീക്ക് അനുകൂലമായ നിയമങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷേ ഈ പുരുഷനായിട്ട് നിൽക്കുന്ന ആൾ കുറ്റ ആരോപിതനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ വീണ് കഴിഞ്ഞാലും ഒറ്റയ്ക്ക് കൈയിട്ടടിച്ച് കയറി വരേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതുപോലൊരു പുരുഷ സംഘടന വളരെ നല്ലതാണ്. പുരുഷൻ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോൾ അത് ജെനുവിനായ പ്രശ്നമാണെങ്കിൽ അതിൽ നിന്ന് ഊരിക്കൊണ്ടുവരുന്നത് സാഹചര്യം. ഇനി നമുക്കിത് വാർത്ത വന്നതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്കിതിൻ്റെ ഗഗനമായ സ്ഥാനത്തിലേക്ക് പോകാം. നിങ്ങൾ മൊത്തം പറ്റുമെങ്കിൽ വീഡിയോ കാണണം കേട്ടോ. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ളത് പലപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ട്, പരിഹാസങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഏതായാലും ഇനി അത് കാര്യമാകാൻ പോകുന്നു. എൽദോസ് കുന്നപ്പള്ളിയിൽ ഒരു സ്വകാര്യ ബില്ലിന്റെ ഒരു നിയമസഭയിലേക്ക് എത്തിക്കാൻ പോകുന്നു. അതിന്റെ പണിപ്പുരയിലാണോ? ഒരു സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വനിതാ കമ്മീഷനുണ്ട്. വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനും വിഷമതകളിലും കഷ്ടതകളിലും ഒക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മഹത്തായ ആശയമാണ് വനിതാ കമ്മീഷൻ. അതേപോലെ ഒരു കമ്മീഷൻ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ഇല്ല. സ്ത്രീകൾ പലപ്പോഴും അപലകളായി നമ്മൾ കാണുകയും അവർക്ക് കൂടുതലായിട്ടുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുമ്പോൾ ആ സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ട് അത് തെറ്റായി വ്യാഖ്യാനിച്ച് പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. സ്ത്രീകൾ അബലയാണെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി നമ്മുടെ നാട്ടിലുള്ള എല്ലാ നിയമങ്ങളും സ്ത്രീകളെ അനുകൂലിക്കുന്ന തരത്തിലാണുള്ളത്. അതേസമയം സ്ത്രീകൾ അബലയാകുമ്പോൾ തന്നെ പുരുഷന്മാർ തബലയാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പോകുന്നവനും വരുന്നവരും എല്ലാം ആണിൻ്റെ പടലിക്കിട്ട് കൊട്ടിയിട്ട് പോകും. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് ആണ് നിങ്ങളിത് മൊത്തം കാണണം. പലപ്പോഴും പുരുഷന്മാർക്കെതിരെ വ്യാജമായി കേസുകൾ കൊടുക്കുന്നു, അവനെ മാനസികമായി പീഡിപ്പിക്കുന്നു, അവനുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. പുരുഷന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന, തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പുരുഷന് ഓടിയെത്തി അവന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ പുരുഷ കമ്മീഷന്റെ ആവശ്യകത ഇവിടെയുണ്ട്. എൽദോസിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് കാരണം ചോദിക്കാൻ വ്യക്തിപരമായും ഒരു കേസിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഘട്ടത്തിലാണോ? അല്ല, ഒരിക്കലുമല്ല. എന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. എന്നെ പോലെ നിരപരാധികളായ ഒരുപാട് പേർ ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടും പ്രതിയാകാത്തതുമുണ്ട്. പല ആളുകൾ പണം കൊടുത്ത് രക്ഷപ്പെടുന്നു, പല ആളുകൾ ഓടി വിളിക്കുന്നു. പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്, MLA ആണ്. എന്റെ മാനസിക ധൈര്യം ഉണ്ടായി എന്നതല്ല മറ്റുള്ള ആളുകൾക്ക് ഇത്തരം വ്യാജ പരാതിയിലും തട്ടിപ്പിലും പെട്ടുകഴിയുമ്പോൾ. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. പക്ഷേ ഈ ഇപ്പം നിലവിൽ വന്ന പുരുഷ സംഘടനയോട് എനിക്ക് വലിയ ഒരു താല്പര്യം തോന്നിയില്ല. അതിന് കാരണം ഇവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കെതിരെ മോശമായും അശ്ലീലപരമായി സംസാരിക്കുകയും എന്തു തൊട്ടിത്തരം കാണിക്കുന്ന പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ്. ബേസിക്കലി പുരുഷ കമ്മീഷൻ വരേണ്ട അങ്ങനെയല്ല. എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന പുരുഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല വേണ്ടത്. സ്ത്രീകളുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ട് നിരപരാധിയായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവരെ രക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ
ഉദ്ഘാടന സമയത്ത് നീ പാലഭിഷേകം നടത്തുന്ന സമയത്ത് പാലഭിഷേകം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം നിങ്ങൾ കണ്ടല്ലോ, പോലീസ് പാലും പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇനി ഇതിനുശേഷം ഇവർ ഈ കട്ടൗട്ടെല്ലാം പൊക്കിക്കൊണ്ടുപോയി ഇവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പാലഭിഷേകം നടത്തി. അന്നേരം പാലഭിഷേകം നടത്തുന്നതും ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്ന സഭ്യമായ ഭാഷയും നിങ്ങൾ ശ്രദ്ധിച്ചാണ്. പുള്ളിയുടെ ഭാഷയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഇന്ന് സെക്രട്ടറിയേറ്റ് പഠിക്കുന്നുണ്ടായ ആ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഞങ്ങളുടേതായ വിഷയം കൃത്യമായിട്ട് അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു പരാതിയും ഞങ്ങൾക്കവിടെ വന്നിട്ടില്ല എന്ന് പെരുമന വാഴയോടും കൂടി പറയുകയാണ് അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലേക്ക് ക്ലാപ്പെന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് വലിയ വിഷയമല്ല. പെരുമനെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നതിന്റെ ക്ലാപ്പ് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് നേരെ സംസാരിച്ച് വിജയിക്കാൻ പറ്റാത്തതുകൊണ്ട് മെൻസസായവരുടെ നക്കാൻ പോകുന്നതാണ്. നിനക്കും കൂടി ഒരു പാഠമാണ്. ഞങ്ങളുടെ ഇവിടെ മെൻസ് അസോസിയേഷന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ പാലഭിഷേകം നടത്തുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഭാഷാ പ്രയോഗം നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനത് വീണ്ടും കേൾപ്പിക്കുന്നില്ല. ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ പ്രധാനമായിട്ടും പറഞ്ഞത് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു വക്കീലിനെ കുറിച്ചിട്ടാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ പാലഭിഷേകം കഴിഞ്ഞിട്ട് ഓഫീസിൽ കയറിയിരുന്ന് ബാക്കി പറയുന്നതോട് കേൾക്കാം. ഒരു പുന്നാര മോനുണ്ട്. അതാണെന്ന് പറഞ്ഞാൽ ഒരു വെറും വാഴയാണ്. വാഴ എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ട ഒരുവൻ കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് നിലക്ക് കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പാലഭിഷേകമൊന്നും സെക്രട്ടേറിയറ്റിൽ അവിടെ നടത്താൻ കഴിഞ്ഞില്ല. പിന്നെ പോലീസ് കട്ടൗട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയണമെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമത്തിൽ കൂടി അങ്ങനെ പറഞ്ഞത്. ഇവിടെ പോലീസ് ഒന്നും കട്ടൗട്ടൊന്നും എടുത്തുകൊണ്ട് പോയില്ല. ശ്രീജിത്ത് പെരുമന വാഴെ, നീ ആണും പെണ്ണും കെട്ടവനാണ്. നീ ആണാണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. നീ ചാനൽ ചർച്ചയിൽ വന്ന ഒരു ദിവസം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഏതോ ഒരു സീമലയാളത്തിലാണെന്ന് തോന്നുന്നു. ചർച്ചയിൽ വന്ന് നീ സ്ത്രീകളുടെ മെൻസസ് ഡേക്ക് മെൻസസ് ആയിട്ടുള്ള ഏറ്റവും മോശം പിടിച്ച ദിനത്തിൽ അവർ പോലും വെറുക്കുന്ന ആ ദിനം നിനക്ക് വേണം, നീ അത് ആസ്വദിക്കുന്നവനാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിന്നോട് ഞാൻ പറയുന്നത്, ഈ സംഘടന പറയുന്നത് വീണടം വിഷ്ണു ലോകമാക്കുന്നവനാണ്. ഈ പുള്ളിക്കാരൻ്റെ സ്വന്തം പേരാണ് പറയുന്നത്, വീണടം വിഷ്ണു ലോകമാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി എനിക്കിതിനോട് എതിർപ്പ് തോന്നാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാമേ. അതിനു മുമ്പ് നമുക്ക് ശ്രീജിത്ത് പെരുമനയിലേക്ക് പോകാം. ഈ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ആൾ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തു. ഈ ഒരു പ്രസ്ഥാനം ഇനോഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്നതിന് മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള കമാൽ പാഷയ്ക്കെതിരെ ഇവർ പ്രതിഷേധിക്കുന്നതിനെതിരെ കൊണ്ട് പരാതി കൊടുത്തു. ഈ പരാതിയെ തുടർന്നിട്ടാണ് പോലീസ് കേസെടുത്തും ഇത്തരത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് പുള്ളി രണ്ടാമതൊരു ഇത് ഇടുന്നുണ്ടായിരുന്നു, ഇത് ആശ്വാസകരമായ സാധനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സന്തോഷമായി സമാധാനമായി ഗോപാലേട്ട എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ടായിരുന്നു. ഈ പുള്ളി ഇട്ട കംപ്ലൈൻറ്റിൻ്റെ താഴെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇട്ടൊരു കമൻറ്റ് റിപ്ലൈ, എടാ സുപ്രീം കോർട്ട്, ഇന്നലെ നീ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി. നീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടില്ലായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ നാളെ ഒരു ലൈവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പാലഭിഷേകം നടത്തി പടക്കവും പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇത്ര സഭ്യമായ ഭാഷയിലാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വരുന്ന കമൻറ്റുകളെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരിട്ടിരിക്കുന്നൊരു പോസ്റ്റാണ്, ട്രാപ്പുകാരി ഹണി റോസിനെ നശിപ്പിച്ച് കളയും, ഒരു സ്ത്രീയെ നശിപ്പിച്ച് കളയും. വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഈ പുള്ളിക്കാരനാണ് ഇതിൻ്റെ സെക്രട്ടറി. അപ്പോൾ ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യണതാണ് നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയുന്നത്. അതിനുശേഷം അടുത്ത സാധനം, നടിയുടെ പരാതി, ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ, നീയൊക്കെ ബോച്ചയെ മൂക്കിൽ കയറ്റി കളയുമോ? ബോച്ചയ്ക്ക് സമ്പൂർണ്ണ പിന്തുണയുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ. എന്ത് മാങ്ങാത്തൊലി ചെയ്തിട്ടാണ് അയാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു സ്ത്രീക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വാദിക്കാം അയാൾക്ക് ഇത്ര നേരം അറസ്റ്റ് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാൾ അയാളെ അകത്തിടണ്ടായിരുന്നു, നേരത്തെ ജാമ്യം കൊടുക്കായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വാദിക്കാം എന്നതിലുപരി അയാൾ എന്ത് വേണ്ട ചെയ്തിട്ടാണ് നിങ്ങൾ അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇവരുടെ ഈ ഫേസ്ബുക്ക് പേജിനകത്ത് നമ്മുടെ റോഷൻ ബിഗ് ബോസിലെ ഒരു മുൻ താരത്തെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ആ താരം ഈ റോഷനെ ചീത്ത വിളിക്കുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവർ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇജ്ജാതി വെടികളെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നിനക്കിത് കിട്ടണം മരവാണമേ. അല്ല പിന്നെ വെടികളെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു സ്ത്രീയെ ഒരു മെൻസ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽ പേജ് അഭിസംബോധന ചെയ്തതാണ് വെടികളെ വെടി. കൊള്ളാം. ഇനി ഇത് മാത്രമല്ല,
ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ മാതൃകാപരമായിട്ടുള്ള പേജിൽ, അതായത് പുരുഷന്മാരെ സംരക്ഷിക്കുന്ന ഒരു പേജിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കേട്ടോണേ. ഓ അയ്യോ, എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് വിളിക്കാൻ ഞാന്. ഇത് മറ്റേ വെടിവെക്കുന്ന സ്ഥലമല്ലേ? വെടിവെക്കണേ എന്തൊരു അമ്പലം വെടിവെക്കായി? അല്ല, മറ്റേ കളിക്കുന്ന സ്ഥലം. അങ്ങനെ കളിക്കും. പിന്നെ വെടിവെക്കുന്ന അമ്പലത്തിലാണ് വെടിവെക്കുന്നത്. അല്ല, നമ്മളിങ്ങനെ ഒരു ചെറിയ ഭാഷയിലാ പറയണേ, വെടിവെക്കുന്ന നമ്മളും പറയണേ. നിങ്ങളെ ചെത്ത് ഭാഷ ഞങ്ങൾക്ക് പിടിച്ചൊന്നും വരില്ല. അത് ശരി. കളിക്കുന്ന സ്ഥലമല്ല? അങ്ങനെയും ചോദിക്കാൻ പാടില്ല. പിന്നെ കുണക്കുന്ന സ്ഥലം ചോദിച്ചോ? ഹലോ, ഇതിനെയൊക്കെയാണ് ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രത്യേക ഭാരവാഹികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളെ അപമാനിക്കാനോ അവഹേളിക്കാനോ വേണ്ടി തുടങ്ങേണ്ടതായിരിക്കരുത്. പുരുഷന്മാർക്ക് കിട്ടേണ്ട കാര്യങ്ങളെ സംരക്ഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഒരു കൈത്താങ്ങാകാനുമായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ സ്ത്രീകളെ വ്യക്തിപരമായി അവഹേളിച്ചും അപമാനിച്ചും അല്ല നിങ്ങളുടെ പേരുണ്ടാക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള സെക്രട്ടറി പ്രസിഡന്റോ ആ പുള്ളി പറയുന്നത് മൊത്തം അപരാധം പിടിച്ച കാര്യങ്ങളാണ്. പുരുഷന്മാർക്ക് സംഘടന വേണം എന്നൊരു ചിന്താഗതിക്കാരൻ തന്നെയാണ് ഞാനും. പുരുഷന്മാർക്കൊരു സംഘടന വേണം. പുരുഷന്മാർക്കെതിരെ ഒരുപാട് അനാവശ്യമായ കേസുകൾ വരുന്നുണ്ട്, വ്യാജ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാനായിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനൊരു സംഘടന തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കുറച്ചെങ്കിലും വിവരവും ബോധവും പൊക്കണമുള്ള ആൾക്കാരിരിക്കണം. ഈ രാഹുൽ ഈശ്വർ എന്തോ മാങ്ങാത്തല് കണ്ടിട്ടാണ് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് ഇവർ സംസാരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് ഈ ഒരു പേജിനകത്തൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം സ്ത്രീവിരുദ്ധ പോസ്റ്റുകളാണ് ഇവരുടെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത് മൊത്തം സ്ത്രീകളെ അപമാനിച്ചും അവഹേളിച്ചുമുള്ള സാധനങ്ങളാണ്. ഒരു പുരുഷ സംഘടന എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അപമാനിച്ച് പുരുഷനെ പൊക്കി കാണിക്കുക എന്നുള്ള സാധനമല്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കട്ടെ. പുരുഷന്മാർക്ക് നേരിടുന്ന അനീതിക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഏതായാലും ഈ സംഘടന ഇത് സിമ്പിളാടേ. ഇവർക്കൊരു അസോസിയേഷൻ തുടങ്ങണം, അതിൻ്റെ തലപ്പത്ത് ഒരാളായിട്ട് ഞാൻ ഇരിക്കണം, അങ്ങനെ ഇവർ ചേർന്ന് തുടങ്ങിയൊരു സാധനമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രത്യേക ഡ്രാമ കൊണ്ട് ഈ പുള്ളി സൈക്കോ ആയിട്ട് മാറിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്ന് രാഹുൽ ഈശ്വറിനെ ഓടി രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ ആടപടലം മാറും. ഏതായാലും പുരുഷ സംഘടന വരുന്നത് നല്ലതാണ്, പക്ഷേ വിവരമുള്ളവന്മാർ ഇതിൻ്റെ തലപ്പത്ത് വന്നിരുന്നാൽ നല്ലതായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു ആയിട്ട് കാണുന്നവരെ ബായ്.